ചുമയുണ്ടോ? ഇല്ല, വന്നെന്ന് അറിയിച്ചതാ. ഇല്ല, എന്താ ഇത്ര വെപ്രാളം? ആദ്യമായിട്ടാണ് അതാ, അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ വരുവേ. ഞാനും ആദ്യമൊക്കെ. എന്തിനാ അടുത്ത് വന്നിരിക്കുന്നത്? ചുമ്മാ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടോ? പാൻപരാഗിന്റെ മണമാ വരുന്നത്. മുല്ലപ്പൂവിൻ്റെ വരിയല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ. അതാണ് അവിടെ കിടന്നപ്പോൾ എൻ്റെ അച്ഛനടുത്ത് കൈ കെട്ടിത്തന്ന ഒരു ഓളത്തിന് ഇരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു. തമാശക്കാരനല്ലേ? ഒന്ന് തൊട്ടോട്ടെ. അയ്യോ, ഇപ്പോഴോ? ഇപ്പൊ തൊട്ടാലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടന് എപ്പോഴും തമാശ. ഒന്ന് തൊട്ടോട്ടെ. ഇഷ്ടമാണെങ്കിൽ തൊട്ടോ. കണ്ണടച്ച് നിൽക്കാൻ ഞാൻ. അതാ നല്ലത്, എനിക്കൊരു ആത്മാർത്ഥത ഉണ്ടാവുമായിരുന്നു. തൊട്ടോട്ടെ. തൊട്. എന്താ പെട്ടെന്നുള്ള തൊടലും എല്ലാം കൂടി ആയപ്പോഴേ പിടികിട്ടു പോയി. എന്റെയാ ഒരു മിനിറ്റ് ഇരിക്കണേ. ഞാനോ അതോ? അല്ല, ചേട്ട ഇരുന്നോ. ചടങ്ങുണ്ടല്ലോ. എന്നെ അതെ, അതിരാത്രി എന്നൊക്കെ പറയുന്നത് എനിക്കറിയാം. ഞാൻ ചാവച്ചം കുറച്ചും കൂടെ നീ ഇരിക്കോ? ആയിക്കോട്ടെ. ഇന്നെന്നാ? അയ്യോ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ഒത്തിരി അകൽച്ച ഇപ്പോഴേ പാടില്ല. പാല് കുടിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഫസ്റ്റ്. പാലും വെള്ളം ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. എങ്കിൽ ചടങ്ങ് തെറ്റിക്കണ്ട. ഇല്ല, അത് വേണ്ട. ആദ്യം പാല് കുടിക്കാം. ചേട്ടൻ കുടിച്ചു. മൊത്തം കുടിക്കില്ലേ? പകുതിയുള്ളു. എനിക്കറിയാം, ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള. പാക്കറ്റ് പാലല്ലേ? വേറെ കിട്ടിയില്ല, അതുകൊണ്ട്. എനിക്കറിയാം, ഇത്രയ്ക്കേ കാണുള്ളൂ. എല്ലാം പാക്കറ്റ് ആകരുത്. ഒരിക്കലും ഇല്ല. കുടി. ഏത് സൈഡിൽ വെച്ചാ കുടിച്ചത്? അങ്ങനെയൊന്നുമില്ല, ഇവിടെ വെച്ചും കുടിക്കാം. എന്തിനാ ഇങ്ങനെ അർപ്പിക്കുന്ന? അല്ല, കുടിക്കാനൊരു തള്ളലായിക്കോട്ടെ എന്ന് വെച്ചു. തമാശക്കാരനല്ലേ? അതും കുടിച്ചോണ്ടിരുന്ന സമയം കളയണ്ട. എന്താ? ഒന്നുമില്ല. എന്നെ ഇഷ്ടപ്പെട്ടോ? പതൊക്കെ നോക്കാൻ എവിടെയാ നേരം? എന്നാ പിന്നെ അവനല്ല. എന്താ? ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു കേട്ടോ. ഇല്ല, അതെന്താണ് കോള്? ഹലോ. കഴിഞ്ഞടി പെട്ടെന്നായിരുന്നു, അച്ഛന്റെ നിർബന്ധമായിരുന്നു. വിഷം എടുത്ത് ചാവാൻ വേണ്ടി നിന്ന്. സമ്മതിച്ചു. ഞാൻ വന്നേന്ന് പറ. ആളാ? ഓ, മരപ്പട്ടിയുടെ മുഖമാടി. കുഴപ്പമില്ല. ജീവിതമല്ലേ, തുടക്കം എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ശരി, ഓക്കെ. ഇത് മരപ്പട്ടിയുടെയാണ്. ഞാൻ ഇന്നാള് കണ്ട മരപ്പട്ടി വന്നേരം. കൂട്ടുകാരി വിളിച്ചതായിരുന്നു. കൂട്ടുകാരി ഇല്ലായിരുന്നു. അവള് വന്നില്ല, അവളങ്ങ് പോയി, ടൂറ് പോയി. അതുകൊണ്ട്. ഓ ശരി. അപ്പൊ ഒരു മിനിറ്റ്, ഇവിടെയാ ഫോണേ. ഇപ്പഴേ അല്ല, അത് വേറെ ആവശ്യമായിരുന്നു. വിളിക്കാൻ പറ്റില്ലടാ, പെട്ടെന്നുള്ള കേസ് കേട്ടായിരുന്നേ. റെഡിയായപ്പോ അങ്ങോട്ട്. പിന്നെ അമ്മ അല്ലേ? ശരി. കൂട്ടുകാരനാ. പെട്ടെന്ന് ആരെയും അറിയിക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ ഇതാണല്ലോ. ചേട്ടൻ ഇരിക്കാവോ? ആ എന്താ? അല്ല, ഒരു
ചേട്ടന് എന്തെങ്കിലും പട്ടി വല്ലതും കടിച്ചിട്ടുണ്ടോ? ഇല്ല നീ ആദ്യം ഞാൻ പറഞ്ഞില്ല, മുമ്പേ പറഞ്ഞിരുന്നില്ല, ആദ്യം ഉണ്ടാവുന്നതിന്റെ ഒരു പോരായ്മ. ആക്രാന്തമാണ്. ഒരു കോള് വരുന്നു, 1 മിനിറ്റ്. ഹലോ. ഓ എന്റെ മനുവേട്ടാ, എവിടെ ഇത്? അയ്യോ, ഇപ്പൊ വന്നോ? കഷ്ടമായി പോയല്ലോ. ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് എന്നെ വിളിച്ചായിരുന്നെങ്കിൽ. സാരിയോ എനിക്കോ കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ മനുവേട്ട പിന്നെ വിളിക്കാം. വെച്ചേ. ഓക്കെ. ആരാ? എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരിക്ക് മനു എന്നൊക്കെ പേരുണ്ടാവുമോ? അല്ല, മനുരാധ. മനുരാധ പുതിയ സിലബസാ. പിന്നെ എന്താ ഇതേ ചുമ്മാ പ്രാഗും. കട്ടിലോ? 1 മിനിറ്റ്. കോളാണോ? കോള. നമ്മുടെ കോളിനി എന്നാണോ? ഹലോ. അയ്യോ വിൻസെന്റ്, എവിടെ നീ? എന്റെ പൊന്നു വിൻസെന്റ്, ഞാൻ കാത്തിരുന്ന് കുഴഞ്ഞു. സിനിമയ്ക്ക് നീ പകുതി വെച്ച് ഇറങ്ങിപ്പോയ എന്തായിരുന്നു? ഇല്ല, ഞാൻ ഇപ്പൊ തരത്തില്ല. ഒരു 1 മിനിറ്റ്. ഓക്കെ, പിന്നെ വിളിക്കാം കേട്ടോ. തിന്നോ അതങ്ങോട്ട്? ആരായിരുന്നു? അത് എന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. കാര്യം നമ്മള് കൂട്ടുകാരികൾക്ക് ഇങ്ങനെ വാരിക്കൊരു ഉമ്മ കൊടുക്കാറുണ്ടോ? അല്ല, കൂടുതൽ അടുത്താ കൊടുക്കൂല നമ്മൾ, അതുകൊണ്ട്. ഞാൻ ഇത്ര നേരം അടുക്കാൻ തുടങ്ങിയിട്ടേ ഒരെണ്ണം പോലും കിട്ടിയില്ല. ഇപ്പൊ വിളിച്ചത് ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞ ഏത് കൂട്ടുകാരി? സാരി വാങ്ങിച്ചോണ്ട് വന്ന് സിനിമയ്ക്ക് പോയെന്നൊക്കെ പറയുന്ന കേട്ട്. അതറിയണ്ട ചേട്ടൻ, അറിയണ്ട. അല്ല, അറിയണം. കാര്യം എന്നാന്ന് വെച്ചാല് നമ്മൾ ജീവിതം തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ നമ്മൾ പരസ്പരം ഒരു ധാരണ ഉണ്ടെങ്കിലേ മുമ്പോട്ടുള്ള വണ്ടി ഉരുളുള്ളൂ. ഇല്ല ബ്രേക്ക് ഇടയ്ക്ക് വെച്ച് പഞ്ചറായി പോകും. അപ്പൊ അതുകൊണ്ട് അതാരാന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അതറിയണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്റെ പൊന്നു ചേട്ടാ, അതറിയണ്ട കാര്യമില്ല. അല്ല, അതറിയണം. കാര്യം ഞാൻ ഇപ്പൊ തൊട്ട് നിന്റെ ഭർത്താവാണ്. മാറിക്കടങ്ങോട്ട് നടക്കുകയോ ഇല്ല. ഇതിന്റെ വിവരം അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയാ മതി. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അത് അറിയേണ്ട കാര്യമില്ല ചേട്ടന്. എടാ, ഇപ്പൊ നീ എന്നെയാണോ കല്യാണം കഴിച്ചത്? അല്ല പെമ്പറന്നോരെ, അതെനിക്കറിയണം. അറിയാതെ കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയല്ലോ. ഇത് പോട്ടെ, ഇത് പറ. എനിക്കറിയേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് ഓക്കെ. ഉമ്മ 3 കോളായി. ആദ്യം ഓക്കെ, അതോ ഏതോ വൃത്തിയാന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. രണ്ടാമത് 2 പേർക്ക് കൊടുത്ത്, ഒരുത്തിന് ഉമ്മയും കൊടുത്ത്, ഒരുത്തിന് സിനിമയ്ക്കും പോയി. എന്നെ ഒരു കാര്യം പറയാം, തുടക്കം സംശയമാണെങ്കിൽ മുന്നോട്ട് പോകില്ല. അത്രേ ഉള്ളൂ. തുടക്കം സംശയം മുന്നോട്ട് പോയിട്ട് യാതൊരു കഥയില്ല. അത് എന്നെ പലരും വിളിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ്? ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ പലരും വിളിച്ച അത് ഏതാന്ന് ഞാൻ അറിഞ്ഞിരിക്കോടെ? എന്റെ പൊന്നു ചേട്ടാ, അറിയണ്ട. അറിയണ്ട. പുരുഷന്റെ കടമയാണ് സ്ത്രീയെ ആര് വിളിച്ചെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. കാലമാടാ, അറിയണ്ട. നിന്നെ തന്നെ. എന്നെ കാലമാടാന്നോ? പിന്നെ എന്താ വിളിക്കണ്ടടാ? നീ എടി 5 പൈസ പോലും തരാതെ നിന്റെ ആ തന്തപ്പടി എന്റെ കാലി പിടിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. 5 പൈസ പോലും വാങ്ങിക്കാതെ നിന്റെ തന്തപ്പടി എന്റെ കാലി പിടിച്ചിട്ടാണ് ഈ മുതുകളവെ ഞാൻ എടുത്ത് എന്റെ തലയിലേക്ക് വെച്ചത്. കഴിയാൻ പറ്റാത്തോണ്ടോ? എടി, നീ ഇത്രക്ക് വൃത്തികെട്ട കൂതറിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ ബന്ധം ഉപേക്ഷിച്ചു നിന്നെ കെട്ടത്തില്ലായിരുന്നേ. അപ്പൊ നീ കെട്ടിയതായിരുന്നു. അതെ. ഇതറിഞ്ഞിരുന്നെങ്കിൽ എന്റെ 2 കുട്ടികളെ ഞാൻ ബോർഡിങ്ങിൽ കൊണ്ടാക്കത്തില്ലായിരുന്നു. കാലമാണ്.